ഹായ് എവരിവൺ, ഇന്ന് ഈ വീഡിയോയിൽ കീം 2026 കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കീം എന്ന് പറയുന്നത് കേരളത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനായി തീർച്ചയായും എഴുതിയിരിക്കേണ്ട ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കലിനെ കുറിച്ച് ഡൗട്ട് വന്നേക്കാം. മെഡിക്കലിന് കീം രജിസ്റ്റർ ചെയ്താൽ മതി, എഴുതണമെന്ന് നിർബന്ധമില്ല. മെഡിക്കലിന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുവാനായി നിങ്ങൾ തീർച്ചയായിട്ടും നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നാറ്റ. അതിനുശേഷം കീം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. കീം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് April 15 തൊട്ട് 21 വരെയാണ്. ഇതൊരു ഓൺലൈൻ ബേസ്ഡ് എക്സാമാണ്. CBT ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. ഇതിൻ്റെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 സബ്ജക്ട്സും മസ്റ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. വേറെ ഫാർമസിക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയാവും. മാത്സിൻ്റെ ആവശ്യമില്ല ഫാർമസിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട്. എഞ്ചിനീയറിംഗ് വെച്ചാൽ 3 മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hour ഓഫ് എക്സാം ആയിരിക്കും. 3 hourൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത് ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ്. 150 ക്വസ്റ്റ്യൻസിൽ ഫിസിക്സ് 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതേപോലെ മാത്സ് എന്ന് പറയുന്നത് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാത്സിനാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വെയിറ്റേജ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സിന് നന്നായി ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി ഐ തിങ്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും, അത്രയ്ക്ക് ഈസിയാണ്. എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് പറയല്ല, യൂഷ്വലി അത് ഈസിയാണ്. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. നിങ്ങൾ ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടും. ഒരു റോങ് ആൻസറിനും -1 മാർക്ക് ഡിഡക്റ്റ് ആവും. ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 600 ആണ്. അത് 150 × 4, അങ്ങനെ 150 ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 150 × 4 ചെയ്യും, അങ്ങനെ 600 മാർക്സ് കിട്ടും. പിന്നെ ഇത് നിങ്ങൾക്കറിയാം 15 തൊട്ട് 21 വരെ ഡിഫറെൻറ്റ് ഡേറ്റ്സിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ആവറേജ്, എല്ലാത്തിൻ്റെയും കൂടി ആവറേജ് നോക്കിയിട്ടായിരിക്കും അവർ മാർക്ക് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുക. അത് ഈ എൻട്രൻസ് എക്സാമിൻ്റെ മാത്രമല്ല, എൻട്രൻസ് എക്സാമിൻ്റെ 50%, അതേപോലെ നിങ്ങളുടെ +2 മാർക്കിൻ്റെ 50% കണക്കിലെടുത്തിട്ടാണ് നിങ്ങളുടെ ടോട്ടൽ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻട്രൻസിന് പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ബോർഡ് എക്സാമിനും നല്ല രീതിക്ക് നല്ല മാർക്ക് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റാങ്ക് ഈ ഒരു കീമിൽ കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ്. നന്നായി പഠിച്ചോളൂ. ഇനി കുറച്ച് ദിവസമുള്ളൂ, അതുകൊണ്ട് നന്നായി പഠിക്കുക.